കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ക്രീൻ ടൈം കൂടുന്നത് മൂലം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വിർച്വൽ ഓട്ടിസത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ കുറക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി 0 to 2 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾ, അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ. ഇങ്ങനെയുള്ള കുട്ടികളിൽ സ്റ്റഡീസ് പറയുന്നത് നോ സ്ക്രീൻ ടൈം എന്നാണ്. അതായത് നമ്മൾ തീരെ കുഞ്ഞിന് ഫോൺ കാണിച്ചു കൊടുക്കാൻ പാടില്ല. ചില പാരന്റ്സ് കാണുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ മാക്സിമം ഒഴിവാക്കാം. ഇത് നമ്മൾ എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാൽ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് പാരന്റ്സ് മാക്സിമം ഫോണിന്റെ ഉപയോഗം കുറക്കുക എന്നാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 2 to 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികളിൽ. ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ മാക്സിമം 1 hour കൊടുക്കുക. അതായത് ഒരു ദിവസം വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 hour മാത്രം കൊടുക്കുക. ഇതിൽ മാക്സിമം നമ്മൾ ബ്രേക്ക് എടുത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു 1 hour നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 minutes നമ്മൾ സ്ക്രീന് കൊടുക്കുക. എന്നിട്ട് ഒരു 20 minutes അല്ലെങ്കിൽ ഒരു 30 minutes വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ട് വീണ്ടും 15 minutes കൊടുക്കുക. ഇങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് മാക്സിമം 1 hour വരെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലെ തീൻമേശയിൽ, അതായത് ഡൈനിങ് ടേബിളിൽ നമ്മൾ ഒരിക്കലും ഫോൺ അലോ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ എന്തായാലും വാങ്ങി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് 9 മണിന്റെ ശേഷം നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം അലാം സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതായത് ഒരു 20 minutes അലാറം അടിച്ചാൽ, ഈ ടൈമിൽ അലാറം അടിച്ചാൽ ഇത് എന്റെ കയ്യിൽ എത്തിക്കണം എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിബന്ധന വെച്ചിട്ട് നമ്മൾ ഫോൺ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ അതർ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡ്രോയിങ്ങോ സിംഗിങ്ങോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാക്സിമം പുഷ് ചെയ്യുക. കുട്ടികൾക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ്, ഈ ഫോൺ അഡിക്ഷൻ അല്ലാണ്ട് വേറെ എന്തിനോടാണോ ഇൻട്രസ്റ്റ്, അത് നമ്മൾ മാക്സിമം പുഷ് ചെയ്തിട്ട് കുട്ടികൾക്ക് അതിനുള്ള ടൈം അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഈ ഓഫർ ചെയ്യുന്നത്, അതായത് ഒരു ബോണസ് ആയിട്ട് ഫോൺ കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതായത് ഒരു സാധനം ചെയ്താൽ അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ നിനക്ക് ഫോൺ തരാം, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നിനക്ക് ഫോൺ തരാം, ഇങ്ങനെ മാക്സിമം നമ്മൾ ഈ ബോണസ് ആയിട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. ഫോൺ കൊടുക്കുന്ന സമയത്ത് പാരന്റ് നിർബന്ധമായിട്ട് മോണിറ്റർ ചെയ്യുക. എന്താണ് ചെയ്യുന്നത്, എന്ത് കാര്യമാണ് കാണുന്നത്, അതുപോലെ തന്നെ ഗെയിം ആണ് കളിക്കുന്നത്, എന്തൊക്കെ വീഡിയോസ് ആണ് കാണുന്നത്, ഇത് കറക്റ്റ് ആയിട്ട് പാരന്റ്സ് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള, അതായത് ഇവരെന്താ കാണുന്നതെന്ന് ട്രാക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ആപ്പുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. ഈ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും, നിന്റെ ബ്രെയിനിന് ഡാമേജ് ഉണ്ടാവും, അതുപോലെ തന്നെ നിന്റെ ക്യാരക്ടർ വ്യത്യാസം വരും, ഒരു കാർട്ടൂൺ ക്യാരക്ടർ ആയിട്ട് മാറും. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഫോൺ ഒഴിവാക്കുക. ഇത് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം, അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ഫോൺ കൊടുക്കാനേ പാടില്ല. ഇത് കുട്ടികളിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, അതുപോലെ തന്നെ കണ്ണിന്റെ പ്രശ്നം, ഇതൊക്കെ സംഭവിക്കും. പിന്നെ പേരന്റ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം അവർക്ക് മാറ്റിവെക്കുക. ആ സമയത്ത് നമ്മൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ കൂടെ കളിക്കുക, അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഗെയിംസ് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു 4 to 5 days അല്ലെങ്കിൽ ഒരു വീക്ക് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നെക്സ്റ്റ് ഡേ ഒരിക്കലും നമ്മുടെ അടുത്ത് ഫോൺ ചോദിക്കില്ല. അതുപോലെ 10 വയസ്സിന് അല്ലെങ്കിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലൊക്കെ ഇതുപോലെ അഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൊണ്ട് എവിടെയെങ്കിലും കടയിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി കളിക്കുക. ഒരു 3 days നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഗെയിംസോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോവുക, അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മളൊരു 4 to 5 days നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവർ ആ ഫോൺ ചോദിക്കുകയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ ലൈഫിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാക്സിമം നമ്മൾക്ക് ഫോണിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഫോണിന്റെ അഡിക്ഷൻ, സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കാവുന്നതാണ്.